ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ രണ്ടാമത്തെ അക്കൗണ്ട് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഐറ്റംസ് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ്, സാലറീസ്, റെൻറ്റ് പെയ്ഡ്, ദെൻ ഡിസ്കൗണ്ട് അലൗഡ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ്, ട്രേഡിംഗ് എക്സ്പെൻസസ്, ബാഡ് ഡെറ്റ്സ്, ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ് പ്രീമിയം, കമ്മീഷൻ. ഇത്രയും ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഐറ്റംസിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുക. ഇതിൽ എക്സ്പെൻസ് ഏതൊക്കെ, ഇൻകം ഏതൊക്കെ എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. എക്സ്പെൻസിനെ ഈ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ഇൻകംസിനെ ക്രെഡിറ്റ് സൈഡിലേക്കും അറേഞ്ച് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നിട്ടുള്ള ഐറ്റം ഇതിൽ ഓരോന്നിനെയും ചെക്ക് ചെയ്യുക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ എപ്പോഴും ഗ്രോസ് പ്രോഫിറ്റ് തന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിക്കുക. ദെൻ നെക്സ്റ്റ് അടുത്തതായിട്ട് സാലറീസാണ് തന്നിട്ടുള്ളത്. സാലറീസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള എക്സ്പെൻസാണ് എപ്പോഴും വരിക. അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെടുക്കുക. ദെൻ റെൻറ്റ് പെയ്ഡ് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് സാധാരണയായിട്ട് രണ്ട് തരം ഡിസ്കൗണ്ടാണ് ഉണ്ടാവുക. ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും. ഇതിൽ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസും ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ആയിരിക്കും. അപ്പോൾ എന്ത് റിസീവ്ഡ് വന്നു കഴിഞ്ഞാലും അത് ഇൻകം ആയിരിക്കും. ഇത് ഡിസ്കൗണ്ട് അലൗഡ് ആയത് കാരണം എക്സ്പെൻസ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരു ഐറ്റം തന്നിട്ടുണ്ട്. അത് ഇൻകം ആണ്. ബൈ സൈഡിലേക്ക് കാണിക്കുക, അതായത് ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. അഡ്വർടൈസ്മെൻറ്റ്, ട്രേഡിംഗ് എക്സ്പെൻസ്, ഇത് രണ്ടും എക്സ്പെൻസ് ആണ്. ഇത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ട്രേഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് അക്കൗണ്ട് ട്രേഡിംഗ് ആയതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഒരിക്കലും അത് വരില്ല. ട്രേഡിൻ്റെ ഭാഗമായിട്ട് ഓഫീസിൽ കൊടുക്കുന്ന എക്സ്പെൻസ് ആണിത്. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബാഡ് ഡെറ്റ് ആണ്. എക്സ്പെൻസ് വരും. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻസ് പോലെയുള്ള ഫിക്സഡ് അസറ്റ്സിന് വരുന്ന തേയ്മാനത്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുക. എപ്പോഴും ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് മാത്രമേ വരുള്ളൂ, ഒരിക്കലും അത് ഇൻകം സൈഡിലേക്ക് വരില്ല. ദെൻ നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ്, അത് റിസീവ്ഡ് വരുന്നതുകൊണ്ട് കമ്മീഷൻ റിസീവ് ചെയ്യുന്നതാണ് ഇൻകം ആയിട്ട് എടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മുതൽ ടോട്ടൽ ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ഐറ്റമാണുള്ളത്. അപ്പോൾ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്തതിന് ശേഷം കൂടുതലുള്ള ഭാഗം ടോട്ടൽ ചെയ്തിടുക. 71,600 ആണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ കിട്ടുന്നത്. അതാണ് ടോപ്പ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ആ ടോട്ടൽ ഇട്ടത് ഹയസ്റ്റ് ടോട്ടൽ 71,600 ആണ് കിട്ടുന്നത്. അതിനെ എടുത്തിട്ട് നേരെ ഡെബിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിടുക. ദെൻ മേലെയുള്ള എമൗണ്ട് കൂട്ടുക. ദെൻ ടോട്ടലിൽ നിന്ന് ആ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ 55,000 കിട്ടും. ഇതാണ് ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ്. ഇതിനെ നമ്മൾ നെക്സ്റ്റ് ഇനി ബാലൻസ് ഷീറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ബാലൻസിന് പേര് കൊടുക്കുക നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ബാലൻസ് ഷീറ്റ്. അതായത് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടിയതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റും, ഇതേ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് കിട്ടുന്നതെങ്കിൽ, അതായത് ടോട്ടൽ ഡെബിറ്റ് സൈഡിൽ കൂടുതലും